ഇന്നലെ മലബാർ ഗോൾഡ് ഫൈസലിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അവിടെ സെലിബ്രിറ്റികളെല്ലാവരും പോയി. ബിഗ് ബോസിലെ മത്സരാർത്ഥികളെല്ലാം അനുമോൾ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ അവിടെ എത്തി. അതുപോലെ എല്ലാ മത്സരാർത്ഥികളും അവിടെ എത്തുന്നത് കണ്ടു. അവിടെയാണ് ആദിലയും നൂറയും എത്തുന്നത്. ആദിലയും നൂറയും എത്തി ഫൈസലെ വളരെ സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് ആണ് വീഡിയോ. ഇതൊക്കെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ഇന്നലെ ആദിലയും നൂറയും തങ്ങളുടെ വീഡിയോയിലൂടെ ഈ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷമാണ് 5-6 മണിക്കൂറിന് ശേഷം ദേ വരുന്നു വീണ്ടും ഫൈസലിൻ്റേതായ ഒരു പോസ്റ്റ്. അതിങ്ങനെ പറയുന്നു: എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിൻ്റെ വിവിധ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാ തരം സൗഹൃദങ്ങളെയും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതൊക്കെ ഓക്കെ, അതൊക്കെ സമ്മതിച്ചു. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുക്കുന്നത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. ആ 2 പെൺകുട്ടികൾ ആരാണെന്ന് ഏകദേശം വ്യക്തമാണ്. ആദിലയും നൂറയും തന്നെയാണ്. അവരാണ് ഇപ്പം ചില പ്രശ്നങ്ങളിൽ ഇങ്ങനെ നെഗറ്റീവുകാരുമൊക്കെ ഒഴിവാക്കിവിട്ട 2 പേർ. അവരെയാണ് ഉദ്ദേശിച്ചതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ബാക്കി തുടരുന്നുണ്ട്. പൊതുസമൂഹത്തിൽ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹത്തിൽ താറടിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. അപ്പം ഇവരെ സ്വീകരിച്ചതിൽ എന്താ പറയുന്നത്, പുള്ളിയാണ് അവരെ ക്ഷണിച്ചത്. പുള്ളിയാവണമെന്നില്ലടേ. ഈ വലിയ ആൾക്കാർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ പറയും, PA അവൻ്റെ അസിസ്റ്റൻറ്റിനെയൊക്കെ ഏൽപ്പിക്കും, ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചേക്കാം. അവർ ചോദിക്കും ബിഗ് ബോസിലെ താരങ്ങൾ ക്ഷണിച്ചോ എന്ന് പറയും. അപ്പം പുള്ളി ഇതൊന്നും ഓർത്ത് കാണത്തില്ല. പുള്ളി എല്ലാവരെയും ക്ഷണിക്കാൻ പറഞ്ഞു. ഇവർ PA ആണെങ്കിലും അസിസ്റ്റൻ്റ് ആണെങ്കിലും എല്ലാവരെയും ക്ഷണിച്ചു. അതിലേയും നൂറേയും ക്ഷണിച്ചു. അവർക്ക് പ്രത്യേകിച്ച് ഇതില്ലല്ലോ, എല്ലാവരെയും ക്ഷണിക്കാൻ പറഞ്ഞു, എല്ലാവരെയും ക്ഷണിച്ചു. അവസാനം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അതെല്ലാം പ്രശ്നം ഇല്ല എന്ന് വിചാരിച്ചു. പക്ഷേ ചില കോണുകളിൽ നിന്ന്, ഇങ്ങനെയുള്ളവർക്ക് ചില കോണുകളിൽ നിന്ന് ചില വിമർശനങ്ങൾ പലരും രേഖപ്പെടുത്തി കാണും. അപ്പോഴാണ് പുള്ളി ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. പുള്ളി അതിന് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയും കൂടെ കേൾക്കാം. മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹത്തിൽ താറടിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ പറയുകയും ചെയ്തു. ഇതൊക്കെ ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്ക് പല കോണിൽ നിന്ന് ഇത് പ്രത്യേകിച്ച് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഭൂരിപക്ഷ സമൂഹത്തെ ഉൾക്കൊണ്ട് പറ്റും. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ പുള്ളി ആ പോസ്റ്റ് പിൻവലിച്ചു എന്നാണ് പിന്നെ അറിയുന്നത്. ഏതായാലും ഇത് വളരെ മോശമായ ഒരു കാര്യമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരാളെ വിളിച്ചു വരുത്തി അയാളുടെ വീട്ടിൽ ഇരുന്ന ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കുത്തി വിളിച്ചു വരുത്തിയിട്ട് വീട്ടിലൊക്കെ ക്ഷണിച്ചു കയറ്റുകയൊക്കെ ചെയ്തതിന് ശേഷം പറയുകയാണ് ക്ഷമ ചോദിക്കുന്നു, തെറ്റായ സന്ദേശം നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇതൊക്കെ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു. അപ്പം ഇത് തന്നെ ഒരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. കാരണം വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് പറയുന്നത് ജീവിതത്തിൽ ആരോടും ചെയ്യാൻ, എത്ര തെറ്റ് കാണിച്ചോട്ടെ, സമൂഹത്തിൽ എത്ര തെറ്റ് കാണിച്ചോട്ടെ, ആരോടും ചെയ്യാൻ പാടില്ല. നമുക്കൊരാളോട് എതിർപ്പുണ്ടെങ്കിൽ, ഒരു കൂട്ടരോട് എതിർപ്പുണ്ടെങ്കിൽ നമ്മളുടെ ഫംഗ്ഷനൊന്നും അവരെ പങ്കെടുപ്പിക്കാതിരിക്കുക, അവരെ ക്ഷണിക്കാതിരിക്കുക. ഇല്ല, ലക്ഷ്മി പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. അത് തുറന്നു പറയാനുള്ള ഗട്സാണ് വേണ്ടത്. അല്ലാതെ വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുങ്ങി അത് കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരത്തിന് ശേഷം സമൂഹത്തോട് ക്ഷമ ചോദിച്ചിട്ട് കാര്യമില്ല എൻ്റെ ഫൈസലിച്ച എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഇത് തന്നെ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആദിലയോടും നൂറയോടും ഒന്നും പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. അവരുടെ ചെയ്തികളോട് ഞാൻ ന്യായീകരിക്കുന്നുമില്ല. ഇതൊക്കെ സമൂഹത്തിൻ്റെ തെറ്റായ ചില സന്ദേശങ്ങൾ നൽകുന്നു എന്നുള്ള കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്.
ഇപ്പം ആദിലെ നൂറെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നിരിക്കും. കാരണം അവരെ രണ്ട് വ്യക്തികളായിട്ട് കാണാൻ എനിക്കിഷ്ടം. അവരുടെ കാഴ്ചപ്പാട് വേറെ, അവരുടെ രീതി വേറെ. അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല എന്നെങ്കിലും അവരെ രണ്ട് മനുഷ്യജീവികളായിട്ട് ഉൾക്കൊള്ളുവാനും അവരോട് സംസാരിക്കുവാനും അവരോട് എന്താ പറയുന്നത് സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നമ്മളും അവരുമൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ലാതാവും. ഇതൊരു തെറ്റായ സന്ദേശമാണ് നൽകിയത് എന്ന് തോന്നുന്നു. പുള്ളി ഏതായാലും ഏറിപ്പോകേണ്ട അത്യാവശ്യമാണ്. കാരണം ഇങ്ങനെയൊക്കെ വീട്ടിൽ ഇരുന്ന രണ്ട് പിള്ളേരെ പിടിച്ചു വരുത്തിയിട്ട് ഇപ്പം പൊതുസമൂഹത്തെ അപമാനിച്ചു വിടുക, അത് വളരെ മോശമാണ്. വളരെ മോശമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുള്ള കമൻറ്റുകൾ ഇടുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.